പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എ കെ ബാലൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് CPM-ന്. പലതവണ MP ആയിട്ടുണ്ട്, പലതവണ MLA ആയിട്ടുണ്ട്, പലതവണ മന്ത്രിയായിട്ടുണ്ട്. എനിക്ക് 2011-16 കാലഘട്ടത്തിലെ പിണറായി മന്ത്രിസഭയിലെ നിയമമന്ത്രി എ കെ ബാലനായിരുന്നു. CPM-ൻ്റെ ഒരു സീനിയർ മോസ്റ്റ് ലീഡറാണ്. അദ്ദേഹം 2021 ആയപ്പോഴത്തേക്ക് എന്തോ 75 വയസ്സ് തികഞ്ഞു എന്നും പറഞ്ഞ് പിന്തള്ളപ്പെട്ടു പോയ ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിളി പോയോ എന്നാണ് സുഹൃത്തുക്കളെ എനിക്ക് സംശയം. സത്യം പറഞ്ഞാൽ അയാളെപ്പോലെ ഒരു ഇത്രയും സീനിയറായിട്ടുള്ളൊരു നേതാവിനെ ഒരു മരപ്പൊട്ടൻ എന്ന് വിളിക്കേണ്ടി വരുന്നത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അയാളുടെ കഴിഞ്ഞ കുറച്ച് കാലത്തെ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അയാളുടെ സമനില പോയി എന്ന് നമുക്ക് തോന്നിയാലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് അയാൾ 5 വർഷക്കാലം കേരളത്തിൻ്റെ നിയമമന്ത്രിയായിരുന്നല്ലോ എന്നാണ്. അയാൾക്ക് എനിക്കൊന്ന് ഈ അധികാരം പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അയാൾക്കെന്തോ കാര്യമായി സാരമായി അയാൾക്കെന്തോ അയാളുടെ തലച്ചോറിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളിപ്പോൾ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രതികരണങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമാന്യ ബുദ്ധിയുടെ എല്ലാ സീമകളും ലംഘിക്കുന്ന പ്രതികരണങ്ങളാണ്. ഒരു നിയമമന്ത്രിയായിട്ടുള്ള ആൾക്ക് എങ്ങനെയാണ് ഇത്രയേറെ മരപ്പൊട്ടത്തരം വിളിച്ചു പറയാൻ കഴിയുക എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ വിഷയം ആഴത്തിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇയാൾ പറയുന്ന ഈ മരപ്പൊട്ടത്തരം അതിനെനിക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റാത്തത്. അല്ല, 2-3 പ്രാവശ്യം ഇതിനെക്കുറിച്ചിട്ട് അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ പിന്നെ അത് പോട്ടെ എന്നും പറഞ്ഞിട്ട് ഞാനത് അവഗണിച്ചു. പക്ഷേ ഞാൻ ഇന്ന് ചാനലിൽ നോക്കുമ്പോൾ അയാൾ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ആ പ്രതികരണങ്ങളെ ഇവിടെ എനിക്കൊന്നും പ്രതികരിക്കാതെ വയ്യ സുഹൃത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരണത്തോട് പ്രതികരിക്കുന്നത്. അയാൾ ഈ വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ നടത്തിയൊരു പ്രതികരണമുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ചാനലിൽ കണ്ടു. അതിൻ്റെ ഓഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങൾ ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കുക. ഞാൻ പറയുന്നത്, ഇൻകം ടാക്സ് പരിശോധിച്ചു, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് പരിശോധിച്ചു, 2 വിജിലൻസ് കോടതി പരിശോധിച്ചു, ഒരു ഹൈക്കോടതി പരിശോധിച്ചു, ഒരു സുപ്രീം കോടതി പരിശോധിച്ചു, അവസാനം ED റെയ്ഡ് വന്നു ഇല്ലേ, SFIO പരിശോധിച്ചു. EDന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി എന്താണ് ഇതിന്റെ ഭാഗമായി ഇത്രയും ഏജൻസികളും സംവിധാനങ്ങളും നോക്കിയിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഇനി ED പറയേണ്ടത് ഞങ്ങളുടെ കയ്യിൽ ഇന്നേതുണ്ട്. അവർക്ക് എല്ലാ കാര്യത്തെ പറ്റിയിട്ടും പരിശോധിക്കാൻ പറ്റില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രൈം ഉണ്ടാകണമല്ലോ ഇല്ലേ, ഒഫൻസ് ഉണ്ടാകണ്ടേ. അത് കറുത്ത പണം വെളുപ്പിച്ചു, അത് ഞങ്ങളെടുക്ക തെളിവ് കിട്ടി, ഓക്കെ, അതങ്ങ് സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഇത് യഥാർത്ഥത്തിൽ ഒരു മലീഷ്യസ് പ്രോസിക്യൂഷന്റെ ഭാഗമാണ്. പ്രോസിക്യൂഷനെ എങ്ങനെയാണ് മലിനപ്പെടുത്തുന്നത്, ദുരുപയോഗിക്കുന്നത്, മെന്റൽ ടോർച്ചറിങ്ങിന് വേണ്ടി എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ വഴിവിട്ട മാർഗം സ്വീകരിക്കുന്നത്, അതിന്റെ ലക്ഷണമാണിത്. അതല്ല ഞാൻ ആരംഭം മുതൽ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ്, ദെൻ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി, തിരുവനന്തപുരം വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി, അതിനുശേഷം SFIO, അതിനുശേഷം SFIOയുടെ മുമ്പാകെ വീണാജരായത് കേട്ടോ, അതിനുശേഷം EDന്റെ റെയ്ഡ്, അതിനുശേഷം EDന്റെ ക്വസ്റ്റ്യൻ. ഇനി അവര് പറയണം ഇത്രയും കാര്യങ്ങൾ ലഭ്യമായ സാഹചര്യത്തിൽ ഇന്ന തെറ്റ് പിണറായി വിജയനും കുടുംബവും നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ്, നമ്മൾ കൺവിൻസിങ് ആയിരിക്കും. അത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? മനോരമയാ എന്തെന്ന് മറ്റേ മനോരമക്കാരോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരതാണ് ഇന്ന് കണ്ട ഞാൻ പത്രത്തിൽ. മതിയായ സർവീസ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് അതിന് ആർബിട്രേഷനാണ്. ആർബിട്രേഷൻ്റെ അകത്താണ് പോകേണ്ടത്, ഇവിടെ അല്ല പോകേണ്ടത്. അത് പോട്ടെ, അതെന്തായാലും വീണേൻ്റെ വഴി സ്വീകരിക്കട്ടെ, പിണറായിൻ്റെ വഴി സ്വീകരിക്കട്ടെ. പക്ഷേ ഇത് കൃത്യമായി അവർ പറഞ്ഞു, കുടനാടനും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം വീണയല്ല പിണറായി ആണെന്ന്. ഇല്ലേ, പിണറായി ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം രാഷ്ട്രീയമായി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ED അധികകാലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകില്ല. കാരണം അതിൻ്റെ അകത്തൊന്നും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരില്ലേ, നല്ല വിശ്വാസത്തിൽ ചെയ്യുന്ന ആൾക്കാരില്ലേ. അവരും അധികകാലം ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കേസിന്റെ
പിന്നാലെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കുന്നത് PMLA ആണ്. അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസാണ്. ഇന്ന തെളിവുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറയട്ടെ. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാം. അല്ലാതെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടൊന്നും നമ്മൾ പറയേണ്ടതില്ലല്ലോ. അത് അവർ പറയട്ടെ. വീണേൻ്റെ വഴി നോക്കട്ടെ. പിണറായിൻ്റെ വഴി പാർട്ടി നോക്കിക്കോളും, പിണറായിക്കെതിരായിട്ട് വന്നാലും. സുഹൃത്തുക്കളെ, കേട്ടല്ലോ എന്തൊക്കെ പൊട്ടത്തരമാണ് അയാൾ വിളിച്ചു പറയുന്നത്. അയാൾ പറയുന്നത് ഈ കേസ് വിജിലൻസ് കോടതിയിൽ പോയി, ഈ കേസ് ഹൈക്കോടതിയിൽ പോയി, ഈ കേസ് സുപ്രീം കോടതിയിൽ പോയി, ഈ കേസ് SFIO അന്വേഷിച്ചു, ഈ കേസ് ED അന്വേഷിച്ചു, ഒരു ചുക്കും ചുണ്ണാമ്പും അവരൊന്നും കണ്ടെത്തിയില്ല. എന്താണിത് ഈ കാണിക്കുന്നത്? ഇതൊക്കെ വെറും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ പൊട്ടത്തരം വിളമ്പുകയാണ്. ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് ചോദിച്ചാൽ, ഇയാളുടെ ഈ പൊട്ടത്തരം ഇയാൾ വിളമ്പുമ്പോൾ സഖാവെ, ഇത് പൊട്ടത്തരമാണ് ഈ പറയുന്നത്, ഇത് അസംബന്ധവും അബദ്ധവുമാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്, ഇതിലെ യാഥാർത്ഥ്യം ഇന്നതാണ്, ഇതിലെ ശരി ഇന്നതാണ്, ഇതിലെ വസ്തുത ഇന്നതാണെന്ന് പറയാൻ ഈ വിഷയത്തെക്കുറിച്ച് ബാലപാഠം അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകനും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. ഈ ബാലൻ എന്ന് പറഞ്ഞ ഇയാൾ വിളിച്ചു പറയുന്ന ഈ മണ്ടത്തരങ്ങളെല്ലാം മിണ്ടാതെ നിന്ന് കേട്ടുകൊണ്ട് പോവുകയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാർക്ക്. തലയ്ക്ക് വെളിവില്ല ഉള്ള ഒരുത്തന അതിനകത്തില്ല. കാര്യങ്ങൾ പഠിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരാളതിനകത്തില്ല. അതാണ് വേറൊരു വലിയ ഗതികേട്. ഇനി ഇയാൾ പറയുന്ന പൊട്ടത്തരങ്ങൾ നമുക്കൊന്നെടുത്ത് പരിശോധിക്കും. ഇയാൾ എന്താ പറയുന്നത്? ഈ കേസ് വിജിലൻസ് കോടതിയിൽ പോയി, ഈ കേസ് ഹൈക്കോടതിയിൽ പോയി, ഈ കേസ് സുപ്രീം കോടതിയിൽ പോയി, ഒന്നും കണ്ടുപിടിച്ചില്ല. ഇയാൾ പറയുന്നതിനകത്തൊരു ശരിയുണ്ട്. എന്താ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് അങ്ങനെ പോയിരുന്നു. ആ കേസ് പോയത് മാത്യു കുഴൽനാടനാണ്. മാത്യു കുഴൽനാടൻ പോയ കേസ് എന്താണ്? ഇത് തന്നെയാണ് കേസ്. പക്ഷേ ഇത് വിജിലൻസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാത്യു കുഴൽനാടൻ പോയത്. മാസപ്പടി കേസ് വിജിലൻസ് അന്വേഷിക്കണം പറഞ്ഞാണ് മാത്യു കുഴൽനാടൻ വേറെ എന്തൊക്കെ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയത്. പക്ഷേ ആ വിജിലൻസ് ആരുടെ വിജിലൻസ് ആയിരുന്നു? ആ വിജിലൻസ് വിജയൻ്റെ വിജിലൻസ് ആയിരുന്നു. അവരന്വേഷിച്ച് തെളിവൊന്നും കണ്ടുപിടിച്ചില്ല. ആ കേസ് പരമ ദുർബലമായിരുന്നു. അത് സുപ്രീം കോടതിയിൽ പോയി, ഹൈക്കോടതിയിലും പോയി, തള്ളിപ്പോയി. അത് വസ്തുതയാണ്. പക്ഷേ ഈ ബാലൻ എന്ന് പറഞ്ഞ് ഈ മരപ്പൊട്ടന് അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്താ? അതാണോ യഥാർത്ഥത്തിലുള്ള കേസ്? അടിസ്ഥാനപരമായി ഇപ്പോൾ SFIO ED അന്വേഷിക്കുന്ന കേസ് ആണോ ആ കേസ്? അല്ല, അതല്ല കേസ്. SFIO ED അന്വേഷിക്കുന്ന കേസ്, SFIO അന്വേഷിക്കുന്ന കേസ് എന്താ? ഇവർ കരിമണൽ കമ്പനിയിൽ നിന്ന് ഫ്രോഡുലൻ്റ് ആയിട്ട് ഇവർ നടത്തിയിട്ടുള്ള 2,78,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ, അതിനൊരു സേവനവും ചെയ്യാതെയാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം SFIO അന്വേഷിച്ച് 27/11/2024 164 പേജുള്ള റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് സമർപ്പിച്ചതിനെ തുടർന്ന് ആ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7. അതിൽ 11ാം പ്രതിയാണ് വീണ. അവർ 2013 കമ്പനി ആക്ടിലെ 447 പ്രകാരം അവർ ശിക്ഷാർഹയാണ്. 6 മുതൽ 10 വരെ വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ മുഴുവൻ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ഞാൻ ആ തെളിവുകളിലേക്കൊന്നും പോകുന്നില്ല. കാരണം ഞാനൊരു ഡസൻ വീഡിയോയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് അവസ്ഥ എന്നിരിക്കെ ഇയാൾ ഇതുപോലുള്ള പൊട്ടത്തരം വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? ഇത് ഗതികെട്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കേട്ടുപോവുകയാണ്. അതാണ് നമ്മൾ കേട്ടില്ലായിരുന്നേ പോട്ടെ, പണ്ടാറ നമുക്കത് വിട്ടുകളയാം. പക്ഷെ നമ്മളിത് കേട്ടുപോവുകയാണ്. ഇയാളുടെ പൊട്ടത്തരം. ഇയാളൊരു നിയമമന്ത്രിയല്ലായിരുന്നു. ഇയാൾ CPMൻ്റെ ഒരു മുതിർന്ന നേതാവില്ല. ഇയാൾ ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എന്തുമാത്രം തെളിവുകൾ ഇതിനകത്ത് കിടക്കുന്നു. അതുകൊണ്ടല്ലേ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് കരിമണൽ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ പോയത്? എന്തിനാണ് അവർ അന്വേഷണം തടയാൻ പോയത്? ഇതിനകത്ത് ഒരു തെളിവില്ലായിരുന്നെങ്കിൽ. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് എന്താ? ഇതിലെ കള്ളപ്പട ഇടപാടല്ലേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും? എന്തുമാത്രം തെളിവുകളുണ്ട്. തെളിവുകളുടെ ഒരു കൂനയുണ്ട്. ഇതൊന്നും അറിയാത്ത ഇയാൾ ഇതുപോലുള്ള മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുകയാണ്. ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും കാൽപൈസയുടെ വിവരമില്ല. ചുക്കും ചുണ്ണാമ്പും ഇയാൾക്ക് ഇതിനെക്കുറിച്ചിട്ട് അറിയത്തില്ല. എന്നിട്ട് പറയാനെന്ത് പൊളിറ്റിക്കലി മോട്ടീവ്? എന്തൊരു അസംബന്ധമാണിത്. ഒരു ചോദ്യത്തിനും വീണ എന്ന് പറഞ്ഞവർക്ക് ചോദ്യം ചെയ്യൽ മറുപടി പറയാൻ കഴിഞ്ഞില്ലെന്നാണ് അവർ പറയുന്നത്. അവസാനം അയാൾ പറയുന്നത് വീണേൻ്റെ വഴി നോക്കട്ടെ, പിണറായിയെ പോയി പിടിച്ചാൽ. ഇതൊക്കെ പറഞ്ഞ അബദ്ധമാണ് ഇയാൾ പറയുന്നത്. ഇതുപോലുള്ള ഇടുക്ക ചരക്കുകൾ, കീറ കടലാസുകളുമാണ് CPM എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഇന്ന് അവശേഷിക്കുന്നത്.
അതുകൊണ്ടാണ് ഇത് എവിടെയും എത്താത്ത ഒരു ഗതികെട്ട പ്രേതം പോലെ ഈ പാർട്ടി ഇങ്ങനെ കിടന്ന് അലയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ബാലനോട് പറയാനുള്ളത്, എൻ്റെ ബാല, നിങ്ങൾ ഈ പരസ്യ പ്രതികരണങ്ങളൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങളെ ആളുകൾ എടുത്തിട്ട് ചതയ്ക്കും. നിങ്ങളുടെ തലയ്ക്ക് വെളിവില്ലെന്ന് ആളുകൾ പറയും. നിങ്ങൾ പൊട്ടനാണെന്ന് ആളുകൾക്ക് പറയും. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ബാല, നിങ്ങൾ ഈ പരസ്യ പ്രതികരണം ദയവ് ചെയ്ത് ഒന്ന് അവസാനിപ്പിക്കൂ എന്ന് മാത്രമാണ് നിങ്ങളോട് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.